റെലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. ഹലോ സർ, കേൾക്കാവോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ? സർ, ഇതിലിപ്പോ 7 കൊല്ലം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ പോരെ? അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിൽ പറയുന്നില്ലേ? 7 കൊല്ലം കൊണ്ട് അത് സർ ഇപ്പോഴും നിലവിലുള്ള ഡിഗ്രിയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി 3 വർഷം കൊണ്ട് 3 വർഷത്തിലാണ് ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് സപ്ലിമെന്ററി ഒക്കെ ആയി എന്ന് വിചാരിക്കുക ചില പേപ്പേഴ്സുകളൊക്കെ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടത് 6 വർഷം കൊണ്ടാണ്. ഹലോ അത് സർ. പക്ഷേ സാറേ, ഇതിലിപ്പോ 7 കൊല്ലം കൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടി ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, അതിന് ലീവ് എടുത്തു, 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ജോയിൻ ചെയ്തു. നിലവിൽ സാർ പറഞ്ഞത് ശരിയാണ്. ആ ഒരു പ്രൊവിഷൻ ഇപ്പൊ എനേബിൾഡ് ആണ്. 7 വർഷം കൊണ്ട് ഫിനിഷ് ചെയ്താൽ മതി. ഓക്കെ സാർ, മറ്റൊരു കാര്യം കൂടിയും പിന്നെന്ന് വെച്ചാൽ നമ്മൾ UGCയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നത് കുട്ടിയുടെ ABCയിൽ ഇത്ര ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് കേരളത്തിൽ എവിടെയും പഠിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും പഠിക്കാം എന്നുള്ളത്. പക്ഷെ നമ്മൾ നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ ഡ്രാഫ്റ്റ് ചെയ്ത പ്രകാരം KSHEC കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഡ്രാഫ്റ്റ് ചെയ്ത പ്രകാരം കുട്ടിക്ക് സർവകലാശാല മാറ്റം അനുവദിക്കുന്നില്ല. പക്ഷേ ഓരോ യൂണിവേഴ്സിറ്റി കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജിൽ പരസ്പരം മാറാം. അങ്ങനത്തെ അല്ലേ സാറേ വരുന്നത്? ഹലോ സർ. ഹലോ, പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സാർ, നേരത്തെ ഒരു മൈനർ കോഴ്സും മേജർ കോഴ്സും പറഞ്ഞതില് ഫിസിക്സ് മെയിൻ എടുത്ത ഒരു കുട്ടിക്ക് കെമിസ്ട്രി വേണം എന്നില്ല. ആ കുട്ടിക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ സബോ ഹിസ്റ്ററി ഒക്കെ എടുക്കാന്ന് പറഞ്ഞു. പ്ലസ് ടു കോമേഴ്സ് പഠിച്ചിട്ട് BCom ചേർന്ന ഒരു കുട്ടിക്ക് BComന്റെ മൈനർ കോഴ്സ് ആയിട്ട് ആ കുട്ടിക്ക് കെമിസ്ട്രി എടുക്കാൻ അത് ലിമിറ്റ്, അത് ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ പ്രയാസം അവിടെ ഉണ്ട്. കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. സിസ്റ്റം അതിന് തടസ്സമൊന്നും നിൽക്കുന്നില്ല. പക്ഷെ ആ കുട്ടി എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രയാസം ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് അവിടെ വിഷയം വരുന്നത്. ഓക്കെ സാർ, വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ നാലാമത്തെ ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുത്തൊരു കുട്ടിക്ക് PhDക്ക് ചേരാമെന്ന് സാർ പറഞ്ഞു. എന്നാൽ ആ കുട്ടി PhD കഴിഞ്ഞു കഴിഞ്ഞാലും ഈ 1 ഇയർ PG കംപ്ലീറ്റ് ചെയ്താലല്ലേ ഒരു കോളേജ്? സർ, അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും UGCയുടെ ഭാഗത്തുനിന്നും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ 2021 തന്നെ കോളേജിൽ അധ്യാപകനാവാനുള്ള യോഗ്യത PhD ആക്കിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അത് പിന്നെ കോവിഡ് ഒക്കെ വന്നതിന് ശേഷമാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, തൽക്കാലം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു പക്ഷേ ഈ ഒരു കോഴ്സ് കഴിയുന്നതോ ഈ ഒരു പ്രോഗ്രാം കഴിയുന്ന മുറക്ക് തന്നെ കോളേജിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ മിനിമം എലിജിബിലിറ്റി എന്ന് പറഞ്ഞത് PhD ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ PGക്ക് റെലവൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ സാർ. 3 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത കുട്ടിക്ക് BEdന് പോകാൻ കഴിയുമോ? യെസ്, ഒരു പ്രശ്നമില്ല. നിലവിലുള്ള ഇപ്പൊ കേരളത്തിൽ വന്നിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്തിട്ടുള്ളതിൽ BEd കോഴ്സിൽ യാതൊരു മാറ്റവും അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു കണ്ടീഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യം തന്നെ തുടരായിരിക്കും ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുക. വേറെ ഇനി പുതിയ ചേഞ്ചുകളൊന്നും അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അപ്പൊ 3 വർഷം കഴിഞ്ഞിട്ട് 2 വർഷത്തെ BEd ചെയ്യേണ്ടി വരും. ഓക്കെ സാർ. സാർ, എല്ലാവരുടെയും ഡൗട്ട് കഴിഞ്ഞതിന് ശേഷം സാർക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ 5 പാത്ത് വേസ് ഒന്നുകൂടി ഷോർട്ട് ആക്കി പറയുമോ? ഏതാണ് 5 പാത്ത് വേസ്? ഇത് സാർ എല്ലാരും ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മതി. ഓക്കെ. സാർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഇല്ല, നോ പ്രോബ്ലം. ഐ ആം അവൈലബിൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ, ഒന്ന് ഇടപെട്ടെ. പറഞ്ഞോളൂ. ഹലോ സാറേ, ഇപ്പോ നേരത്തെ അമീറാണ് സംസാരിക്കുന്നത്. സാറേ, നേരത്തെ ഈ കുട്ടിക്ക് ട്രാൻസ്ഫർ ആകാനുള്ള സെമസ്റ്ററുകളെ 1, 3, 5 ആയിരുന്നു. പക്ഷെ ഇപ്പോ 2, 4, 6 എങ്ങനെ ഇരട്ട സംഖ്യയിലാണോ? എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാല്? അതായത് കുട്ടിക്ക് ഓൾറെഡി വേറെ കോളേജുകൾക്ക് പോകാമല്ലോ, യൂണിവേഴ്സിറ്റിക്കല്ല വേറെ കോളേജുകൾക്ക് മാറാൻ പറ്റുമല്ലോ കുട്ടിക്ക്. ആ മാറ്റത്തിൽ ഇപ്പൊ ഈ പുതിയ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് സെമസ്റ്ററുകൾ ഏത് സെമസ്റ്ററിനാണ് മാറാൻ കഴിയാന്നുള്ളത്? അത് നിലവിലുണ്ടായിരുന്നത് ഓട് സെമസ്റ്ററിൽ കുട്ടി പുതിയ കോളേജിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴും ഒരു കോളേജ് റണ്ണിങ് സിസ്റ്റത്തിൽ അത് തന്നെയാണ് പോസിബിൾ ആവുന്നുണ്ടാവുക. പിന്നെ മാത്രമല്ല നമ്മുടെ ഫീസ് സ്ട്രക്ചറുകളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 1 ഇയർ ആണ്, എസ്പെഷ്യലി ഗവൺമെന്റ് ഫീസ് സ്ട്രക്ചറുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനത്തിലൂടെ തന്നെ ആയിരിക്കും അത് പോകേണ്ടി വരിക എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ അങ്ങനെയല്ല സർ. 2019 CBCS റൂള് പ്രകാരം ഓരോ സെമസ്റ്ററിലും കുട്ടികൾക്ക് എന്ത് ചെയ്യാം, കോളേജ് മാറാം.
യൂണിവേഴ്സിറ്റികൾക്ക് അന്തിമമായി തീരുമാനമെടുക്കാം. സ്റ്റാൻഡിംഗ് കൗൺസിലും സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായി എന്ത് ചെയ്യാം, മാറാം. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ഇതിലും ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല സർ, നിലവിലുള്ള സിസ്റ്റത്തിൽ ബ്ലോക്ക് ഒന്നും പിന്നെ സർ അതിൽ സൂചിപ്പിക്കാനുള്ള എക്സാമിനേഷന്റെ കാര്യം മാത്രമാണ്. ഇപ്പൊ നിലവില് പിന്നെന്താണ് ഫോർത്ത് ഇയർ ഡിഗ്രിയിൽ പറയുന്നത് എല്ലാ ഈ ഓഡ് സെമസ്റ്ററുകളും കോളേജിൽ വെച്ച് എക്സാം നടത്തണമെന്നും ഈവൻ സെമ്മിന്റേത് യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തണമെന്നുമാണ് സർ പറയുന്നത്. യെസ് യെസ്, അത് ഞാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം ഒന്നാം സെമസ്റ്റർ 3, 5, 7 ഇതിന്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന പൂർണ്ണമായ അധികാരം കോളേജുകളുടെ അടുത്തേക്ക് വരികയാണ്. കോളേജുകളാണ് പൂർണ്ണമായിട്ടും അവിടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റിയാണ്. ഹലോ ഹലോ, കേൾക്കാനുണ്ടോ? ഹലോ സർ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? രണ്ടുപേര് സംസാരിക്കുന്നു, ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ നന്നായിരുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ. യെസ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ അതുപോലെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലും കിട്ടാത്ത പിള്ളേര് ഡിഗ്രിക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ ആശ്രയിക്കുന്നത്. ഹലോ, അതെ അതെ അതെ, അവിടെയും ഈ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണോ? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ചില കോഴ്സുകൾ 4 വർഷം നടത്താനുള്ള പെർമിഷൻ കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടുണ്ട് UGCയിൽ നിന്ന്. പൂർണ്ണമായിട്ടും ആയിട്ടില്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സർ, ഈ 4 ഇയർ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് അവൈലബിൾ ആണോ? 4 ഇയർ അവിടെ 4 ഇയർ ഡിഗ്രി, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് നമ്മള് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇനി കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് പിന്നെ അവർക്ക് 4 ഇയറിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. ചില പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കോഴിക്കോട് ജില്ലയിൽ ആ ഒരു യൂണിവേഴ്സിറ്റി മാത്രമാണോ ഡിസ്റ്റൻസ് ഡിഗ്രി കൊടുക്കുന്നത്? കോഴിക്കോട് ജില്ലയിലല്ല, ഇപ്പൊ കേരളത്തിൽ തന്നെ അവര്. ഓക്കെ, താങ്ക് യു സർ. ഹലോ, ചെറിയ സംശയം ചോദിക്കാമോ? ഹലോ, ചെറിയൊരു സംശയം. അതായത് ഈ പിന്നെ സാറിന്റെ വോയിസ് കട്ടായി പോയി. ഹലോ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോ ലാംഗ്വേജ് എടുത്തൊരു വിദ്യാർത്ഥി ഉദാഹരണമായിട്ട് ഇപ്പൊ അറബിക്ക് എക്സാമ്പിളായിട്ട്, അപ്പൊ അറബിക്കിൽ ഇപ്പൊ ഓൾറെഡി ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പം ഈ 8ാമത്തെ സെമസ്റ്ററിൽ ഓൾറെഡി ഇന്റേൺഷിപ്പ് വേണമല്ലോ, കമ്പൽസറി ആയിട്ട് തന്നെ വേണ്ടി വരുമല്ലോ. അപ്പൊ ഈ അറബിക്കുള്ള കുട്ടി ഒരു ഇന്റേൺഷിപ്പ് ഏത് രീതിയിലാണ് പോകേണ്ടത്? എന്താണ് ഇപ്പൊ ഒരു കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കമ്പനികൾ പ്രൊമോട്ട് ചെയ്യുന്ന കോഴ്സുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവിടെ കുറച്ചു കാലം നിന്നിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, സംഗതികൾ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അവന്റെ സ്കില്ല് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് അവനെ മാറ്റേണ്ടത്? ഇപ്പം ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് മമ്പാട് കോളേജിലാണ്. മമ്പാട് കോളേജിൽ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ PGക്ക് കമ്പൽസറി ഇന്റേൺഷിപ്പിന് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. അപ്പൊ അറബിക് ഡിപ്പാർട്ട്മെന്റുകൾ പലരും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് പല പിന്നെ അറബ്സ് വരുന്ന പല ആയുർവേദ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റൽസുകള്, അങ്ങനത്തെ ഫീൽഡുകളുണ്ട്. അങ്ങനത്തെ ഫീൽഡുകളിലൊക്കെ ഇവർക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ട്രാൻസ്ലേഷനിലും അവർക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഓക്കെ സർ. സാർ, ഒരു സംശയം. ഇപ്പൊ നമ്മൾ UG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഇപ്പോ ഏതൊക്കെ കോളേജുകളിലാണ് ഈ മൈനർ ഇത് ഉള്ളതെന്നുള്ള അവരുടെ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ടോ, അതോ നമ്മൾ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണോ അത് അറിയാം? സർ, ഇതില് ഗ്രാജുവേഷൻ ഏത് ഡിഗ്രിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ആണ് ഇപ്പം അവിടെ അവൈലബിൾ ആവുക. ചില കോളേജുകളൊക്കെ അവർക്ക് മൈനറും കൂടി കൊടുത്തിട്ടുണ്ടാവും. മിക്കവാറും ഇപ്പൊ ഉള്ള സംവിധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കോളേജിൽ പിന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് ഡിഗ്രി കൊടുക്കുന്ന ഒരു കോളേജിൽ അവര് ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ഒക്കെ കോംപ്ലിമെന്ററി ആയിട്ട് മാത്തമാറ്റിക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ മൈനർ ആയിട്ട് മാത്തമാറ്റിക്സ് അവൈലബിൾ ആവും. ഇപ്പൊ നിലവില് അവര് കോംപ്ലിമെന്ററി ആയിട്ട് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമുകൾ മൈനർ ആയിട്ട് അവൈലബിൾ ആയി. അതേസമയം അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതൊക്കെ പ്രോഗ്രാം ആണോ ഉള്ളത് അതിലേക്കാണ് കുട്ടി അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ അഡ്മിഷൻ പ്രൊസീജിയറിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ ആ കോളേജിലുള്ള ഏതൊക്കെ പ്രോഗ്രാം ആണോ ആ പ്രോഗ്രാമിലേക്കാണ് അഡ്മിഷൻ ഉള്ളത്.
ഇനി ഇതിൽ ഞാൻ വിട്ടുപോയ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അതായത് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു കുട്ടി ഇപ്പൊ ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷിനാണ് ജോയിൻ ചെയ്തത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ഒരു കുട്ടിയാണ്. ആ കുട്ടി BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു. ആ കുട്ടി സയൻസ് പഠിച്ചുകൊണ്ട് തന്നെ ഫിസിക്സിനോട് താല്പര്യമുള്ളത് കൊണ്ട് മൈനറായിട്ട് ഫിസിക്സ് എടുത്തു. മൈനറായിട്ട് ഫിസിക്സ് ആണ് എടുത്തതെന്ന് വിചാരിക്കാം. ഈ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ 2 സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഈ കുട്ടി 2 പേപ്പറുകൾ ഫിസിക്സിൽ 2 പേപ്പറുകൾ മൈനർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് സെക്കൻഡ് ഇയറിൽ വേണമെങ്കിൽ ഫിസിക്സിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇപ്പോൾ അവൈലബിൾ ആണ്. മേജർ ചേഞ്ച് ചെയ്യാം. സാർ, ഈ കേരളത്തിന് പുറത്ത് ഈ ഒരു 4 ഇയർ UG പ്രോഗ്രാം അവൈലബിൾ ആണോ? പിന്നെ എന്റെ മകള് അലിഗർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഷീ ഈസ് ഡൂയിങ് BSc മാത്തമാറ്റിക്സ് 4 ഇയർ ഓണേഴ്സ് നൗ. സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു സർ. ഒരു സംശയം സർ, ഈ 4 ഇയർ ഓണേഴ്സ് ചെയ്താല് പിന്നെ നമുക്ക് ഈ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒന്നും ഇല്ലാതെ ഒരു ഉദാഹരണമായിട്ട് ഫിസിക്സ് മാത്രം മേജർ ആയിട്ട് എടുത്തു, അദ്ദേഹത്തിന് UP സ്കൂൾ അല്ലെ ഹൈസ്കൂൾ ടീച്ചർ ആകാൻ പറ്റുമോ? നിലവിലുള്ള സംവിധാന പ്രകാരം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഹൈസ്കൂൾ ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ അവര് മൈനർ ആയിട്ട് പിന്നെ കെമിസ്ട്രി പഠിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഫിസിക്സുകാര് കെമിസ്ട്രി പഠിക്കണം എന്ന് കമ്പൽസറി. അപ്പൊ അതുകൊണ്ട് തന്നെ പല കോളേജുകളിലും എന്താ വെച്ച് കഴിഞ്ഞാൽ BSc ഫിസിക്സിന്റെ കൂടെ മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ആയതുകൊണ്ട് തന്നെ പലർക്കും എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഹൈസ്കൂൾ ടീച്ചർ ആവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പം ആ സാഹചര്യത്തിന് ഓവർകം ചെയ്യാൻ ഈ ഒരു സിസ്റ്റം പറ്റും. എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ആ കോളേജിൽ അവർ ഫിസിക്സിന് ജോയിൻ ചെയ്ത കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് മൈനർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടി പോയിട്ട് കെമിസ്ട്രി എടുത്താൽ മതി. അപ്പോ അതേസമയം കമ്പ്യൂട്ടർ സയൻസ് എടുക്കേണ്ട കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് മുന്നോട്ട് പോവാം. അപ്പൊ ഈ കുട്ടികളെ മാത്തമാറ്റിക്സ് എസെൻഷ്യൽ സബ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ മുമ്പ്. ഇല്ല. എസെൻഷ്യൽ സബ്സിഡറി നല്ല ക്വസ്റ്റ്യൻ ആണ് സാർ ചോദിച്ചത്. എസെൻഷ്യൽ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഇനിയില്ല. അതില്ലാതെ ഈ മേജർ എടുത്ത് പഠിക്കാൻ കഴിയോ? അത് അവിടെയാണ് ഈ കുട്ടികളുടെ സെലക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓപ്ഷൻസ് കുട്ടിക്ക് ഉണ്ടെങ്കിലും കുട്ടിയാണ് ആലോചിക്കേണ്ടത് എന്തിനാണ് ഇത് മൈനർ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്നിട്ട് കുട്ടിയെ അവിടെ ടീച്ചേഴ്സ് ഇപ്പൊ നോർമലി ഇപ്പം ഒരു കുട്ടി അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ, അതായത് കുട്ടികളുടെ അഡ്മിഷൻ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ മൈനറുടെ സെലക്ഷൻ നടക്കേണ്ടത്. അപ്പൊ ഒരു 1 വീക്കിലൊക്കെ ഈ കോളേജ് മൊത്തം എല്ലാ കുട്ടികൾക്കും ഇതിന്റെ ഒരു ഓറിയന്റേഷൻ കൊടുക്കുന്നുണ്ടാവും. ഇവർക്ക് എന്തൊക്കെ എടുക്കാം, എന്തൊക്കെ എടുത്താലാണ് ഇവർക്ക് പോകാൻ പറ്റുക എന്നുള്ള ഒരു ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടാവും. എന്നതിന് ശേഷമായിരിക്കും ഈ കുട്ടികൾ ഇത് ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്നില്ല, മൈനർ സെലക്ട് ചെയ്യണം എന്നില്ല. ഈ മേജർ മാത്രമാണ് സെലക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നത്. എന്നതിന് ശേഷം കുട്ടി കോളേജ് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് മൈനർ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല അല്ലെ? ഇല്ല, ജോലിന്റെ കാര്യത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. നിലവിൽ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സർ? ഇന്നിങ്ങനെ ഗ്രൂപ്പിൽ കണ്ടു, അതായത് ഈവൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചേഴ്സിന് മൈനർ വേണമെങ്കിൽ ഓഫർ ചെയ്യാം, അവർക്ക് വർക്ക് ലോഡ് ബേസ് ചെയ്തിട്ടും. അപ്പൊ സർ ഇപ്പൊ പറഞ്ഞ രീതിയിൽ നമ്മള് സിംഗിൾ മേജർ വിത്ത് 2 മൈനർ എന്നുള്ളതില് ഒരു കുട്ടി ഇംഗ്ലീഷ് എടുത്തിട്ട് മൈനർ മലയാളം എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ കുട്ടിക്ക് സർ ഈ പറഞ്ഞ പോലെ B.Ed ഏതെങ്കിലും ഒന്നിൽ ചെയ്താൽ രണ്ടും ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ വരുമോ? അതില്ല അല്ലെ? ഇല്ല മാഡം, അതില് ക്ലാരിറ്റി വേണ്ടതുണ്ട്. കാരണം ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിലവിൽ കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ മൈനർ ഓഫർ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതേസമയം മാഡം പറഞ്ഞ കേസ് വരാം, അതായത് മലയാളം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവര് വേറെ ആർക്കെങ്കിലും ചിലപ്പം ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് തന്നെ മൈനർ ഓൾറെഡി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് BA ഇംഗ്ലീഷ് ജോയിൻ ചെയ്ത കുട്ടി മൈനർ ആയിട്ട് മലയാളം എടുക്കാം. അങ്ങനെ മൈനർ എടുത്തിട്ട് ഈ കുട്ടി ഡബിൾ മെയിൻ ആയിട്ട്, അവിടെ ഞാൻ ഓപ്ഷൻ പറഞ്ഞത് 5ാമത്തെ പാത്വേ പറഞ്ഞ ഡബിൾ മെയിൻ, അതായത് 48 ക്രെഡിറ്റ് ഇംഗ്ലീഷിലും 44 ക്രെഡിറ്റ് മൈനറിലും എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് ഡബിൾ മെയിൻ ആവുള്ളൂ. ആ ഡബിൾ മെയിൻ ആവുമ്പോൾ മാത്രമേ ഈ കുട്ടിക്ക് പിന്നെ PGക്ക് വേണമെങ്കിൽ മലയാളത്തിന് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ, മലയാളത്തിനും ഇംഗ്ലീഷിനും പോകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ചില ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ 1ഓ 2ഓ മൈനറുകൾ ഓഫർ ചെയ്തത് കൊണ്ട് ആ കുട്ടിക്ക് 44 ക്രെഡിറ്റും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഹലോ സർ. ഓക്കെ, ഹലോ പറയൂ സർ.
ഒരു കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന് മൈനർ പ്രൊവൈഡ് ചെയ്യാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരവരുടെ സബ്ജക്റ്റിൽ മൈനർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടോ? അതോ യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ മാത്രമേ എന്നെ മൈനർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ? സർ, വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു കോളേജിൽ ഇപ്പൊ നിലവിൽ കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാത്രമേ മൈനർ ഓഫർ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ ചില കോളേജുകളിൽ ഇപ്പം മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും മൈനർ ഓഫർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് 2 മൈനർ ഓഫർ ചെയ്യാം. അതേസമയം ചില ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ചില കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ എന്റെ കോളേജിലാണെങ്കിൽ ഇപ്പൊ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് 4 പേർക്ക് കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്നുണ്ട്. ജിയോളജിക്ക് ഉണ്ട്, കെമിസ്ട്രിക്ക് ഉണ്ട്, ഫിസിക്സിനുണ്ട്, അതേപോലെ സുവോളജിക്ക് ഉണ്ട്. അപ്പൊ പിന്നെ ഡിപ്പാർട്ട്മെന്റിന് 4 മൈനറുകൾ ഓഫർ ചെയ്യാം. ഈ മൈനറുകൾ തന്നെ ഇനിയിപ്പോ നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ കെമിസ്ട്രി മൈനർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കെമിസ്ട്രി കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സിലബസ് സെയിം ആയിരുന്നു. അതേസമയം ഇപ്പോ സിലബസ് സ്ട്രക്ചറുകളിൽ പല ആളുകൾക്ക് ഓഫർ ചെയ്യേണ്ട കോംപ്ലിമെന്ററിയില് സിലബസിൽ വ്യത്യാസമുണ്ട്. അപ്പം നിലവിൽ 2 കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന് 2 മൈനർ ഓഫർ ചെയ്യാം. ഒരു കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന് 1 മൈനർ ഓഫർ ചെയ്യാം. ഒറ്റ കോംപ്ലിമെന്ററിയും ഓഫർ ചെയ്യാത്ത ഡിപ്പാർട്ട്മെന്റിന് ഒറ്റ മൈനറും ഓഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോ സർ, കൊമേഴ്സിന് ഇപ്പൊ 4 പ്രോഗ്രാംസ് ഉണ്ട് വിചാരിക്കുക, അതായത് ഫിനാൻസ്, CA, ടാക്സേഷൻ. അപ്പൊ ഇവർക്ക് ശരിക്കും 3x2 6 മൈനേഴ്സ് ഓഫർ ചെയ്യാം അല്ലേ? 6 മൈനർ ഓഫർ ചെയ്യാം. 6 മൈനേഴ്സ് ഓഫർ ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. അല്ല സാർ, അത് ഈ സാമ്പത്തിക പ്രശ്നം ഉള്ളത് കൊണ്ടാണോ, അതല്ല പിന്നെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടോ? അല്ലെ യൂണിവേഴ്സിറ്റി സ്പെഷ്യലായിട്ട് സാങ്ഷൻ ആക്കേണ്ടതുണ്ടോ മൈനർ കോഴ്സ്? ഉണ്ട് സർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വർക്ക് ലോഡിന്റെ ബാലൻസ് കംപ്ലീറ്റ് തെറ്റും. നിലവിലുള്ള വർക്ക് ലോഡിന്റെ ബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്നവർക്ക് മാത്രമേ ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇനി വർക്ക് ലോഡിന്റെ സാമ്പത്തിക ബാധ്യത വരുന്നതുകൊണ്ടല്ലേ? അതെ. കോഴ്സുകളാണെങ്കിലോ അവർക്കും എന്താ വെച്ച് കഴിഞ്ഞാല് നിലവിലുള്ള സാഹചര്യം കോമൺ ആണ്. ആർക്കാണോ ഓഫർ ചെയ്യുന്നത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് നിലവിലുള്ള കണ്ടീഷൻ. സാറേ, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഓക്കെ സാറേ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? പറഞ്ഞോളൂ സർ. സാറേ, ഇപ്പൊ ഓൾറെഡി ഇപ്പം UG 3 രീതിയിൽ കുട്ടിക്ക് അപ്ലൈ ചെയ്യാലോ. അത് അപ്ലൈ ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഈ നമ്മുടെ UG പ്രോഗ്രാം വിത്ത് റിസർച്ച് ആ രീതിയിൽ തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് 3 വർഷത്തിന് ശേഷം തീരുമാനിച്ചാൽ മതിയോ? അപ്ലൈന്റെ ചെയ്യുന്ന സമയത്ത് തന്നെ അത് പറയേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറയേണ്ടതില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുട്ടി ഈ 4 ഇയറിന് തന്നെയാണ് കുട്ടി ജോയിൻ ചെയ്യുന്നത്. ഈ കുട്ടിയുടെ ഒരു റൈറ്റ് ആണ് 3 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളത്, ഈ കുട്ടി വിഡ്രോ ചെയ്യാം എന്നുള്ളത്. പിന്നെ അതില് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 വർഷത്തെ ഓവറോൾ പിന്നെ പെർസെന്റേജ് എന്ന് പറഞ്ഞത് 75% മുകളിലുള്ളവർക്ക് മാത്രമേ ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യാൻ പാടുള്ളൂ. താങ്ക് യു സർ. ഒരു ഡൗട്ട് കൂടി, ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർ ന്യൂമററി ഫാക്കൽറ്റി ഉള്ള കേസുകളിൽ പറ്റുമോ മൈനർ ഓഫർ ചെയ്യാൻ, സ്പെഷ്യൽ മൈനർ ഓഫർ ചെയ്യാൻ? സർ, അതില് നമ്മളിപ്പം ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം, ഈ 4th ഇയറിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4th ഇയറിൽ പിന്നെ മേജർ, സാധാരണഗതിയിൽ നമ്മള് 4ാമത്തെ വർഷം ഡിഗ്രി PGക്ക് പഠിക്കുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ അതത് സബ്ജക്ട് തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ അവിടെ ഈ 4th ഇയറിൽ ഈ കുട്ടിക്ക് മൈനർ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മൈനറിൽ ഏതെങ്കിലും 3 പേപ്പർ മൈനർ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സമയത്ത് സൂപ്പർ ന്യൂമററി പോസ്റ്റുകളിൽ അവർക്ക് മൈനർ ഓഫർ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ നിലവിലുള്ള ഒരു സാധ്യത. 4th ഇയറിൽ മാത്രം. സർ, ഈ കൊല്ലം ഡിഗ്രി കഴിഞ്ഞ കുട്ടീന്റെ അവസ്ഥ എന്താണ്? ഈ കൊല്ലം ഡിഗ്രി കഴിഞ്ഞ കുട്ടി, അതെ, കഴിഞ്ഞ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആസ് യൂഷ്വൽ ആ കുട്ടി 2 വർഷത്തെ PG ചെയ്യണം.
അല്ലെങ്കിൽ വേറെ എന്താണോ ഉദ്ദേശം അതൊക്കെ ആ രൂപത്തിൽ തന്നെ പോകുന്നുണ്ടാവും. കാരണം നിലവിൽ ഈ സംവിധാനം ഒക്കെ ഉണ്ടാവുമ്പോഴും PG നിലവിൽ 4 വർഷം ആക്കുന്നതോടുകൂടി PG 1 വർഷം ആക്കുന്നില്ല. PG 2 വർഷമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സർ പറഞ്ഞ പാത്ത് വേസും അതേപോലെ അവര് സെക്കൻഡ് ഇയറിൽ വരുമ്പോഴുള്ള അവർക്ക് ആ ഒരു മേജർ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിയർ ആക്കി തരുമോ സർ? ഓക്കെ പാത്ത് വേസ് ഞാൻ ഒന്നുകൂടി പറയാം. നേരത്തെ ആരോ ഒന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ഇതില് പിന്നെ ഞാൻ പറഞ്ഞു 5 പാത്ത് വേസ് ആണ് ഉള്ളത് കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന. ഈ പാത്ത് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ 5 പാത്ത് വേസ്. അപ്പൊ 5 പാത്ത് വേസിൽ ഒന്നാമത്തെ പാത്ത് വേ എന്ന് പറഞ്ഞത് സിംഗിൾ മേജർ എന്നാണ് അതിന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. ഈ സിംഗിൾ മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 17 പേപ്പറാണ് മേജറിൽ ഉണ്ടാവുക. ആ 17 പേപ്പറിലൂടെ 68 ക്രെഡിറ്റ് ഉണ്ടാവും. മൈനർ ആയിട്ട് 6 പേപ്പറാണ് ഉണ്ടാവുക. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഈ 4 സെമസ്റ്ററിലൂടെയാണ് 6 മൈനർ ഉണ്ടാവുക. ഈ 6 മൈനറിൽ 6ഉം എങ്ങനെ വേണമെങ്കിലും കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാം, എന്തും ആവാം, അതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അങ്ങനെയുള്ള ഓപ്ഷനാണ് സിംഗിൾ മേജർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ കുട്ടിയുടെ ഡിഗ്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ആ കുട്ടി മേജർ ഹിസ്റ്ററി ആണെങ്കിൽ ആ കുട്ടിക്ക് BA അല്ലെങ്കിൽ BA ഹിസ്റ്ററി എന്ന് മാത്രമായിരിക്കും ആ കുട്ടിയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. ഒരു മൈനറിന്റെ പേരും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നാമത്തെ കേസ് അതാണ് സിംഗിൾ മേജർ. പിന്നെ മേജർ A വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ, അതായത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 മൈനറും 1 മേജറും. അപ്പൊ ഇപ്പൊ നിലവിലുള്ള സംവിധാനം പോലെയുള്ളത്. അങ്ങനെ ഒരു കുട്ടിക്ക്, അതായത് ഇപ്പൊ BSc മാത്തമാറ്റിക്സ് വിത്ത് ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കുട്ടി 17 കോഴ്സ് മേജറിൽ ചെയ്യണം. 3 കോഴ്സ് ഒരു വിഷയത്തിലും 3 കോഴ്സ് വേറൊരു വിഷയത്തിലും ചെയ്യണം. അതായത് 12 ക്രെഡിറ്റ് ഒരു വിഷയത്തിലും 12 ക്രെഡിറ്റ് വേറൊരു വിഷയത്തിലും കിട്ടുകയാണെങ്കിൽ അവർ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്നുള്ളതാണ്. പിന്നെ മേജർ വിത്ത് മൈനർ, ഒരു സിംഗിൾ മൈനർ എന്ന് പറയുമ്പം ഈ 6 കോഴ്സും ഒരേ വിഷയത്തിൽ തന്നെ ആവും. അങ്ങനെ ആവുമ്പോഴാണ് പിന്നെ ആ കുട്ടിക്ക് മേജർ വിത്ത് സിംഗിൾ മൈനർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ ആണ് അടുത്തത്. മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വൊക്കേഷണൽ മൈനറുകൾ ഓഫർ ചെയ്യുന്ന ചില കോളേജുകൾ ഉണ്ടാവും. ആ കോളേജുകളിൽ നിന്ന് വൊക്കേഷണൽ മൈനറിൽ 6 കോഴ്സും ഏതെങ്കിലും ഒരു വൊക്കേഷണൽ മൈനറിൽ എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. ഇനി അവസാനത്താണ് നമ്മൾ പിന്നെ ഡബിൾ മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡബിൾ മേജർ ആവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി മൈനർ അല്ല, ഈ കുട്ടി മേജറിൽ 68 ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞത് ഒരു മേജറിൽ ഒരു വിഷയത്തിൽ 48 ക്രെഡിറ്റും വേറൊരു വിഷയത്തിൽ 44 ക്രെഡിറ്റും ഈ കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ കിട്ടുന്ന ഡിഗ്രിയാണ് ഡബിൾ മേജർ എന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് 5 പാത്ത് വേസ് പറഞ്ഞിട്ടുള്ളത്. ഐ ഹോപ്പ് ക്ലിയർ. വൊക്കേഷണൽ മൈനർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. വൊക്കേഷണൽ മൈനർ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് അത് ചെയ്യാൻ സാറ് പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്ഥാപനം പ്രസന്റ്ലി വൊക്കേഷണൽ മൈനർ കൊടുക്കുന്നില്ലല്ലോ. ആ സ്ഥിതിക്ക് വൊക്കേഷണൽ മൈനർ പുതുതായി സ്റ്റാർട്ട് ചെയ്യാൻ കോളേജുകൾക്ക് അധികാരമുണ്ടോ? സാർ അതില് എന്താ വെച്ച് കഴിഞ്ഞാല് നിലവില് ഇപ്പം ഫോർ എക്സാമ്പിൾ BVOC കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പല കോളേജുകളും. അപ്പൊ ഈ BVOC കോഴ്സുകൾ നിലവിൽ അത് 3 ഇയർ ആയിട്ട് തന്നെ തുടരാനാണ്. അത് അവിടെ ഈ 4 ഇയർ സ്ട്രീമിലേക്ക് വരാത്തൊരു പ്രോഗ്രാമാണ് BVOC ഈ വർഷം. പക്ഷെ അടുത്ത വർഷം വേണമെങ്കിൽ BVOC സ്ട്രീമുകൾ എവിടേക്ക് വരാം, ഈ ഒരു 4 ഇയർ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഓഫർ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും മൈനർ കോഴ്സുകളും വൊക്കേഷണൽ സ്ട്രീമിലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സ്പേസ് വരും. നിലവിൽ സാധ്യത ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതും ഉണ്ട് വൊക്കേഷൻ. അതായത് ഇപ്പൊ മൈനർ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണമെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിന്നെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കുക, അവരിപ്പം ഒരു 3-4 മൈനറുകൾ ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക, 3-4 കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ കോളേജിന്റെ ക്രെഡിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഒന്നിലധികം പിന്നെ കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്നവർക്ക് ഒരു സ്ട്രീം വേണമെങ്കിൽ വൊക്കേഷണൽ മാത്രമായിട്ട് ഡിഫൈൻ ചെയ്യാം. അതിനുള്ള ഒരു പുതിയ മൈനർ ഉണ്ടാക്കാനുള്ള അധികാരം കോളേജുകൾക്ക് ഇല്ലാന്ന്, മൈനർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അതെ. അപ്പൊ 2 കൊടുക്കുന്നുണ്ട് വിചാരിക്കുക, BSc മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് 2 കോംപ്ലിമെന്ററി കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതിൽ ഒന്ന് വൊക്കേഷണൽ ആയിട്ട്
ഓക്കെ ഓക്കെ. എണ്ണത്തിന് മാത്രമേ ഉള്ളൂ, അതിന്റെ ടൈപ്പിന്റെ വ്യത്യാസമില്ല അല്ലെ? പുതുതായ ഒരു മൈനർ സ്റ്റാർട്ട് ചെയ്യാൻ അധികാരം ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. എങ്ങനെ പുതിയ നിലവിലുള്ള വർക്കിലോട് നിന്നുകൊണ്ട് നിലവിൽ കൊടുക്കാത്ത ഒരു മൈനർ കോഴ്സ് ഒരു ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ സാധ്യതമാണോ എന്ന്? ഇല്ല ഇപ്പൊ ഉള്ളതിൽ സാധ്യമല്ല. അപ്പൊ വൊക്കേഷണൽ മൈനർ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല എന്നർത്ഥം. നിലവിൽ ഉണ്ടാവാൻ സാധ്യതയല്ല. ഓക്കെ. പക്ഷേ ബോർഡ് ഓഫ് സ്റ്റഡീസ് സിലബസ് സെറ്റ് ചെയ്യുമ്പോൾ അതും കൂടി വൊക്കേഷണൽ മൈനർ എന്നുള്ള പേപ്പറും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ സാർ ഒരു കാര്യം, ഈ പിന്നെ സെൽഫ് ഫിനാൻസ് കോഴ്സ് എയ്ഡഡ് കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കാൻ പറ്റുമോ? നിലവിൽ അതിന് തടസ്സങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. സർ ഇപ്പൊ സർ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് സെക്കൻഡ് പാത്വേയും തേർഡ് പാത്വേയിലും കുട്ടികൾ വേറെ, അതായത് ആ രണ്ടെണ്ണം ചൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെ? മൈനർ വേറെ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നത് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഓപ്റ്റ് ചെയ്യുന്ന കുട്ടിക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. മേജർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് ഇയറിൽ സ്വിച്ചിങ് ഓപ്ഷൻ ഉള്ളത് സെക്കൻഡ് ഇയറിലാണ്. സെക്കൻഡ് ഇയർ അല്ല, സെക്കൻഡ് സെമസ്റ്റർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടി സെക്കൻഡ് സെമസ്റ്ററിന് ശേഷം, അതായത് രണ്ടാമത്തെ വർഷം. ഓക്കെ. അപ്പൊ സർ ഈ കുട്ടി ഇപ്പോ സർ പറഞ്ഞല്ലോ വേണമെങ്കിൽ ഈ കുട്ടിക്ക് അതേ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൈനർ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ ഈ ഓപ്ഷൻ ഉണ്ടാവില്ല, മേജർ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. കുട്ടികൾക്ക് ശരിക്കും നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കണം അല്ലെ? കൃത്യമായിട്ട് കുട്ടി ജോയിൻ ചെയ്ത് നമ്മള് സ്റ്റാർട്ടിങ് കുട്ടി ഫസ്റ്റ് അഡ്മിഷൻ എടുത്ത് നമ്മളെ കോളേജിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഓരോ ടീച്ചേഴ്സും മെന്റേഴ്സ് ആയിക്കൊണ്ട് ഈ കുട്ടി എന്തിനൊക്കെ പോകണം, ആ കുട്ടീന്റെ പറ്റുമെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ കുട്ടിക്ക് ഓഫർ ചെയ്ത് കണ്ടക്ട് ചെയ്തിട്ട് ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സംഗതി വളരെ നന്നാവും. താങ്ക് യു സർ. ഓക്കെ സർ, ഞാനിപ്പോ BA ഇംഗ്ലീഷ് കഴിഞ്ഞു ഈ വർഷം, പാസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഞാന് നെക്സ്റ്റ് MBA ഇൻ മാർക്കറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് MA ഇംഗ്ലീഷ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? നിലവിലുള്ള അവസ്ഥ പ്രകാരം 2 വർഷ PG പ്രോഗ്രാം ആസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. ഓക്കെ, അതിൽ ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ മാറ്റങ്ങൾ വരാത്തിടത്തോളം കാലം 2 വർഷത്തെ PG ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ സർ, താങ്ക് യു. ഇനി നമുക്ക് നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്ന മൈനർ അങ്ങ് ഒഴിവാക്കി മെയിൻ ഓൺലി ആക്കാൻ പറ്റുമോ? നേരത്തെ മൈനർ പുതുതായി തുടങ്ങാൻ പറ്റൂല, നിലവിലുള്ള മൈനറിനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റുമോ? നിലവിലുള്ള മൈനറിനെ ഓഫർ ചെയ്യാതിരിക്കാൻ പറ്റുമെന്നാണോ ചോദിക്കുന്നത് സർ? അതെ അതെ, ഓഫർ ചെയ്യാതിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രോഗ്രാമിൽ അതിനുള്ള പ്രൊവിഷൻ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് വർക്ക് ലോഡ് ഉണ്ടാവില്ല ടീച്ചേഴ്സിന്. അല്ല, മറ്റേത് മേജർ സിംഗിൾ മെയിൻ ആവുമ്പോ കൂടുതൽ വർക്ക് ലോഡ് വരുമല്ലോ. എങ്ങനെയാ? മൈനർ കോഴ്സ് എടുക്കാതെ മേജർ സബ്ജക്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകാലോ. അല്ല, എന്നാലും സർ അവർക്ക് ഇപ്പൊ നിലവില് കോംപ്ലിമെന്ററിയിൽ വർക്ക് ലോഡ് ഉണ്ടാവില്ലേ? അപ്പൊ മെയിൻ ഓൺലി ആവുമ്പോ ആ കുട്ടികള് കൂടുതൽ ഇതിലേക്ക് തന്നെ വരും, കൂടുതൽ അവേഴ്സ് മെയിനിൽ എൻഗേജ് ചെയ്യേണ്ടി വരില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൂടുതൽ വർക്ക് ലോഡ് വരും. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് നിലവില് അവര് പിന്നെ കെമിസ്ട്രിക്കാർക്കും മാത്തമാറ്റിക്സുകാർക്കും കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 2 മൈനർ അവർക്ക് ഓഫർ ചെയ്യാം. അപ്പൊ ഒരു ഫിസിക്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർ മേജർ ഫിസിക്സ് ആവുക, ഈ കോംപ്ലിമെന്ററി മറ്റുള്ളവർക്ക് ഓഫർ ചെയ്താണ് ഈ 2 ഫിസിക്സും പോയിട്ട് ഈ കുട്ടി അറ്റൻഡ് ചെയ്യാം. അപ്പൊ കുട്ടി എന്ത് മാത്രം പഠിച്ചാൽ മതി? ഫിസിക്സ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ട. പക്ഷെ അത് ഓഫർ ചെയ്യാതൊക്കെ ഉള്ള ഒരു റൈറ്റ് ആർക്കില്ല, പിന്നെ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാവില്ല. ഓക്കെ, കാരണം ആ വർക്കിലോട് പിന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ ഓഫർ ചെയ്തില്ല. സാർ, ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് കെമിസ്ട്രിക്ക് മാത്രമാണ് ഇപ്പം കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്നത്. അപ്പൊ ആ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് പിന്നെ വേറെ എയ്ഡഡ് കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ മൈനർ എടുക്കാൻ പറ്റുമോ? പറ്റും, നിലവിൽ പറ്റും. പിന്നെ കോംപ്ലിമെന്ററി കോളേജ് ഓഫർ ചെയ്യുന്ന ഏത് കോഴ്സും ഏത് മൈനർ കോഴ്സും ഈ കുട്ടിക്ക് പറ്റും. ഇപ്പൊ ഓപ്പൺ കോഴ്സിൽ പറ്റുന്നുണ്ടല്ലോ കുട്ടിക്ക്.
അപ്പൊ ഈ പിന്നെ മൈനറിന് ഒരു ലിമിറ്റേഷൻ വെച്ചു എന്ന് പറയുന്നത് ആൾറെഡി കോംപ്ലിമെന്ററി നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണല്ലോ. അതെ 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 അതെ. ആ കോംപ്ലിമെന്ററി സെൽഫിനാണ് നടത്തുന്നതെങ്കിൽ കുഴപ്പമില്ലല്ലോ, കോംപ്ലിമെന്ററി നടത്തിക്കൊണ്ട് പോയിക്കൂടെ? നടത്തിക്കൊണ്ട് പോ. അപ്പൊ ഒരു മൈനർ മാത്രമേ അതിന് പോസിബിലിറ്റി ഉള്ളൂ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്. അതെ 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 അതെ. ഓക്കെ, താങ്ക്സ്. ഓക്കെ. എനിത്തിങ് മോർ? അല്ല, സാറ് ചോദിച്ചല്ലോ, ചെറിയ ക്ലാരിഫിക്കേഷൻ. സാർ ഉദ്ദേശിച്ചത് ഇതാണ്, ഒരു 7 ഒക്കെ റൺ ചെയ്യുന്ന സ്ഥാപനത്തില് സെൽഫ് സ്ട്രീമിലെ ഒരു പ്രത്യേക മൈനർ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. സെൽഫ് ഫൈനാൻസിങ് കോഴ്സില് മൈനർ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിലവിലുള്ള കോഴ്സാണ്. ആ കോഴ്സിന്റെ കൂടെ സർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. അതായത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് മെയിൻ റണ്ണിംഗ് ആണ്, അതിൽ കെമിസ്ട്രി മൈനർ തുടങ്ങാൻ അനുവാദം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് BSc ഫിസിക്സിന്റെ കൂടെ കെമിസ്ട്രി ഇല്ലാത്തത് കാരണം സഫർ ചെയ്യപ്പെടുന്ന കോളേജുകളുണ്ട്. ആ കോളേജുകളെയാണ് ഉദ്ദേശിച്ചത്. കെമിസ്ട്രി സെൽഫിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ കെമിസ്ട്രിയിലൊരു മൈനർ സ്റ്റാർട്ട് ചെയ്ത് സാറിന് ക്ലിയർ ആയോ? ഒന്ന് സാറിന്റെ സൗണ്ട് ഒന്ന് കട്ടായി പോയി. അതായത് കെമിസ്ട്രി മെയിൻ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്, പക്ഷെ അവിടെ കോംപ്ലിമെന്ററി കെമിസ്ട്രി നിലവിൽ കൊടുക്കുന്നില്ല. ഇനി പുതുതായി അങ്ങനെ പിന്നെ മൈനർ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ ഫിസിക്സിന്റെ കൂടെ കെമിസ്ട്രി ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രോബ്ലം പരിഹരിക്കപ്പെടുമോ എന്നതാണ് ചോദ്യം. ഇല്ല, നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സെൽഫ് ഫൈനാൻസിങ് കോഴ്സ് ആണെങ്കിലും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ കുട്ടികള് അവിടെ കോഴ്സ് വാങ്ങിയ സമയത്ത് അവരുടെ കോംപ്ലിമെന്ററി ഏതാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രമേ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതെ 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 അതെ. അത് ഒരു സ്ഥലത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഓപ്പൺ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അത് വർക്ക് ലോഡിനെ എല്ലാത്തിനെയും ബാധിക്കും. ഹലോ സർ. യെസ് സർ, മോക്ക് ഇൻട്രസ്റ്റ് BSc ബയോടെക്നോളജി ആണ്. യെസ്. അപ്പൊ മൈനർ ആയിട്ട് എന്തെടുക്കാൻ പറ്റും അതിന്റെ കൂടെ? ബയോടെക്നോളജി ആണ് കുട്ടിയുടെ ഇൻട്രസ്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഒരു ബയോടെക്നോളജി പഠിച്ചു പോകുമ്പോൾ അതിന്റെ റിസർച്ച് പാർട്ടിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ എവിടെയാണ് ബയോടെക്നോളജി എടുക്കുന്നത് എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഞാൻ ഇപ്പൊ 2 സബ്ജക്ട് പറഞ്ഞു തന്നത് കൊണ്ട് ഒരു കോളേജിൽ ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ശരി, അങ്ങനെ. ശരിയല്ലേ. അപ്പൊ ആ കോളേജ് ഓഫർ ചെയ്യുന്ന മൈനറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൽ ബെസ്റ്റ് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അത് ശരി, അങ്ങനല്ലേ. ശരി, താങ്ക് യു. പിന്നെ ഏത് കോളേജിലാണെങ്കിലും മൈനർ ഏതാന്ന് ആദ്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ അവരെ പ്രോസ്പെക്ടസ് നോക്കി അവിടെ കൊടുക്കുന്ന മൈനർ ഏതാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. മനസ്സിലാക്കണം. അതിൽ തന്നെ പൂളും നോക്കണം സാറേ. ചിലപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് മൈനർ ബി, മൈനർ സി എന്ന് പറഞ്ഞിട്ട് മൈനർ ബിക്ക് ഒരു പൂളും മൈനർ സിക്ക് ഒരു പൂളും ഉണ്ടാവും. ആ മൈനർ ബിയിൽ നിന്ന് പിന്നെ മൈനർ ബി എന്ന് പറഞ്ഞ പൂളിൽ നിന്ന് 2 എടുക്കാൻ പറ്റില്ല. ഒന്ന് മൈനർ ബി ഒന്ന് മൈനർ സി എടുക്കേണ്ടി വരും. അപ്പൊ അത് കോളേജുകൾ ഡിഫൈൻ ചെയ്യണം. എല്ലാ കോളേജുകളിലും മൈനർ കോഴ്സ് ഏതെല്ലാന്നുള്ള ആദ്യം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. അഡ്മിഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റോട് കൂടിയാണ് ഒരു കുട്ടി ജോയിൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഫിസിക്സിന്റെ കേസ് പറഞ്ഞത് തന്നെ, അവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഇല്ല, അല്ലെങ്കിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് മൈനർ ഓഫർ ചെയ്യുന്നില്ല എങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹൈസ്കൂൾ ടീച്ചർ ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ പോകുന്ന ഒരു കുട്ടി അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതേ ഇഷ്യൂ ഉണ്ടാവും. ഇപ്പൊ ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ. ഇപ്പം BCom എടുക്കുന്ന കുട്ടിക്ക് മൈനർ ഇപ്പൊ ഒരു MBA ആണ് ഫ്യൂച്ചറിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു മൈനർ കോഴ്സ് ഏതെടുക്കുന്നതായിരിക്കും നല്ലത്? മൈനർ കോഴ്സ് ഇപ്പൊ നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാല് BComകാരുടെ മൊത്തം പാറ്റേൺ അവരുടെ പിന്നെ മൈനറുകൾ നേരത്തെ തന്നെ അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ മൈനർ വേറെ ആരും കൈകാര്യം ചെയ്യുന്നില്ല BComന്റെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കോഴ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പെസിഫിക് ആയിരിക്കും.
ഏതെങ്കിലും സെമസ്റ്ററിലുള്ള അത് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലുള്ള കോഴ്സുകൾ ഉണ്ടാവും. അപ്പൊ ആ കോഴ്സുകളാണ് കുട്ടി ഓപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ അതിന്റെ അണ്ടറിൽ വരുന്നത് തന്നെ സ്യൂട്ട് ആവുന്നത് നോക്കിയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതിൽ ഓപ്റ്റ് ചെയ്യാം. അതെ. അപ്പൊ നേരത്തെ ആരോ ഒന്ന് ചോദിച്ചു, പിന്നെ ഒരു കോളേജിൽ തന്നെ 4 ബികോം ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 3 ബികോം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 3 ബികോം ഉണ്ടെങ്കിൽ അവർ ഓരോ സെമസ്റ്ററിലും 6 മൈനറുകൾ ഓഫർ ചെയ്യുന്നുണ്ടാവും. ഈ 6 മൈനറുകളിൽ ഈ പറഞ്ഞ സ്റ്റുഡന്റിന് പോയിട്ട് അവന് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലുള്ള കോഴ്സുകൾ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ ഓപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക്സ്. സർ, മൈനർ കാര്യം പറഞ്ഞിരുന്നല്ലോ സർ. അതിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ ഇത്ര സ്റ്റുഡൻസ് നിന്ന് നമുക്ക് വെക്കേണ്ടി വരില്ലേ ലിമിറ്റ് സീറ്റ്? അത് എങ്ങനെയാ സർ? നിലവിൽ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു BSc മാത്തമാറ്റിക്സിൽ 48 സീറ്റാണ് ഉള്ളത് എങ്കിൽ ആ 48 സീറ്റ് തന്നെ ആയിരിക്കും എന്തിനും ഉണ്ടാവുക, മൈനറിനും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 48 ആയിരിക്കും. അപ്പൊ 60, അപ്പൊ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഇൻടേക്ക് 60 ആണെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന ഒരു മൈനറിനും 60 ഇൻടേക്ക് ഉണ്ടാവും മാക്സിമം. മുതൽ ഒരു മൈനർ എന്ന അർത്ഥത്തിലാണോ അറിയപ്പെടുക? അല്ല, സെക്കൻഡ് ലാംഗ്വേജ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നാണ് അറിയപ്പെടുക. സെക്കൻഡ് ലാംഗ്വേജും ഫസ്റ്റ് ലാംഗ്വേജും അല്ലേ? ഫസ്റ്റ് ലാംഗ്വേജും രണ്ടും എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്. അത് ഓരോ സെമസ്റ്ററിലും ആരാണ് ഓഫർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ആരാ ഓഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പിന്നെ ഫസ്റ്റ് സെമസ്റ്ററിലാണെങ്കിൽ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് അഡീഷണൽ ലാംഗ്വേജ്. സെക്കൻഡ് സെമസ്റ്ററിലാണെങ്കിൽ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഇംഗ്ലീഷ്, ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് പിന്നെ അഡീഷണൽ ലാംഗ്വേജ്. തേർഡ് സെമസ്റ്ററിൽ പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഇല്ല. അവിടെ വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ട്, അത് ഓഫർ ചെയ്യേണ്ടത് പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇങ്ങനെ കൃത്യമായിട്ട് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സർ. അങ്ങനെ സർ ഇംഗ്ലീഷ് പാർട്ട് 1 ആയിട്ട് പഠിക്കണം എന്നുള്ള കമ്പൽസറി ഇനി മുതൽ ഇല്ല? ഉണ്ട്. ആ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് കമ്പൽസറി ആണ്. അല്ല, അത് ഇംഗ്ലീഷിന്റെ കമ്പൽസറി. മറ്റേ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറബി, മലയാളം, ഹിന്ദി ഇതൊക്കെ നമ്മുടെ കുട്ടിയുടെ ചോയ്സ് അല്ലേ? കുട്ടിയുടെ ചോയ്സ് ആണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിരിക്കുന്ന കുട്ടി, ഫസ്റ്റ് സെമസ്റ്ററിൽ ഇപ്പൊ ഒരു കുട്ടി പഠിക്കേണ്ടത് 6 പേപ്പറുകളാണ്. 1 മേജർ, 2 മൈനർ, 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, 1 MDC. ആ 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ ഒന്ന് ഓഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, ഒന്ന് ഓഫർ ചെയ്യുന്നത് പിന്നെ അതർ ലാംഗ്വേജ് ആയിരിക്കും. അപ്പൊ ഈ അതർ ലാംഗ്വേജ് അടുത്ത സെമ്മിൽ ഈ കുട്ടിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമോ? കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റാം, പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ സെമ്മില് അറബി പഠിച്ച കുട്ടിക്ക് 2ാം സെമ്മില് ഹിന്ദി പഠിക്കാൻ കഴിയുമോ? നിലവിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല സർ, നിലവിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഓക്കെ സാർ. പക്ഷെ അത് പഠിക്കുമ്പോ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രയാസം കുട്ടി ഫേസ് ചെയ്യേണ്ടി വരുന്നു മാത്രം. ഇപ്പോ BA ഇംഗ്ലീഷ് എടുത്തിട്ട് പിന്നീട് നമ്മൾ MBA ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന് സ്കോപ്പ് വരുന്നുണ്ടോ, അതോ ഈ ഒരു MA ഇംഗ്ലീഷ് എടുത്ത് നമ്മൾ ടീച്ചിങ്ങിലോട്ട് പോകുന്നത് തന്നെയാണോ നല്ലത്? സ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു BA ഇംഗ്ലീഷ് എടുത്തിട്ട് MBAക്ക് പോകുമ്പം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നു എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ സർ. സർ, ഹലോ സർ. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ സർ? ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സർ, ഞാനിപ്പോ ചോദിച്ചില്ലേ ബയോടെക്നോളജിന്റെ, അപ്പൊ സാറ് പറഞ്ഞല്ലോ കോളേജിലുള്ളത് കോഴ്സാണ് വേണ്ടത്. പക്ഷെ മോൾക്കൊരു ആകാംക്ഷ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ സാർ ജസ്റ്റ് ഏതെങ്കിലും പറയാ, ഞങ്ങൾക്ക് നോക്കാലോ കോളേജിൽ ഉണ്ടോ എന്നുള്ളത്. കോളേജിൽ ഉണ്ടോ നോക്കാം. ബയോടെക്നോളജി പഠിക്കുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് വേണം. ഓക്കെ.
എസ്പെഷ്യലി സ്റ്റാറ്റിസ്റ്റിക്സിലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സിൽ പുതുതായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ ഉണ്ട്, ആർ പ്രോഗ്രാമിംഗ് പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ടെക്നോളജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അതിൽ മാത്തമാറ്റിക്സ് ഓറിയന്റഡ് ആയിട്ട് വരും. ഓക്കെ, അവിടെ പിന്നെ ഈ കുട്ടി ബയോടെക്നോളജി ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ളത് സുവോളജിയും കെമിസ്ട്രിയും ആണ്, അതുകൊണ്ട് മൈനർ അത് തന്നെ എടുത്ത് പോവാന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ കുട്ടിയുടെ സാധ്യതയും എന്ത് ചെയ്യും, കുറയും. കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവർക്കാണല്ലോ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവുക. അതെ അതെ, ഓക്കെ, ശരി, താങ്ക് യു വെരി മച്ച് സർ. സർ, നമ്മൾ കൊടുക്കുന്ന ABC ഉണ്ടല്ലോ സർ, ലാംഗ്വേജ് ടീച്ചേഴ്സ് കൊടുക്കുന്ന ആ കോഴ്സ്, അത് സർ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ കമ്പൈൻ ക്ലാസ് ആയിട്ട് തന്നെ അല്ലേ കൊടുക്കുക? അതിൽ നമ്മൾ വേറെ ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ കമ്പൈൻഡ് ക്ലാസ് ആയിട്ടാണ് കൊടുക്കുക. ലാംഗ്വേജിന്റെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ഇപ്പോഴുള്ള അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്, BA-ക്ക് ഉള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് അല്ല BCom-ന്, അതല്ല പിന്നെ BSc-ക്ക്. 3 പേർക്കും സെപ്പറേറ്റ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ് സിലബസ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തിൽ വേണം ക്ലബ് ചെയ്യാനായിട്ട്. ഓക്കെ സർ, അപ്പൊ BA-ക്ക് BSc-ക്ക് BCom-ന് ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കും അല്ലേ? സെപ്പറേറ്റ് ആണ്. താങ്ക് യു. നേരത്തെ BA BSc ഒരു സ്ട്രീമും പിന്നെ BCom വേറൊരു സ്ട്രീമും പിന്നെ LRP പാറ്റേൺ, ലാംഗ്വേജ് റിഡക്ഷൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഇപ്പൊ BSc ഫുഡ് ടെക്നോളജി, അതേപോലെ മൈക്രോബയോളജി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേറെ LRP എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അങ്ങനെ 3 പാറ്റേൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇനിയും 3 പാറ്റേൺ ഉണ്ടാവും. അത് BA-ക്ക് വേറെ, BSc-ക്ക് വേറെ, BCom-ന് വേറെ. ഇപ്പോ സാറ് പറഞ്ഞ 2 പോയിന്റിൽ ഒരു സംശയമാണ്. ഒന്ന്, ഇപ്പൊ ഒരു മേജർ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മൈനർ എടുക്കാമെന്ന് പറഞ്ഞു ഒരു കാര്യം. അതുപോലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അവരെ തന്നെ മൈനറാണ് അവർ ഇതുവരെ തുടരുന്നത്, അതേപോലെ തന്നെ തുടരാമെന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമുള്ള റൂളാണോ? കേരള യൂണിവേഴ്സിറ്റിയിൽ അത് പോസിബിൾ അല്ല എന്നൊരു സംശയം, അതെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ കേട്ടത്. കേരള യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ പോസിബിൾ അല്ലാന്ന്? ഒരു മേജർ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ മൈനർ എടുക്കാൻ പാടില്ല. ഇപ്പൊ നിലവില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ സിംഗിൾ മേജർ എന്ന് പറഞ്ഞതുണ്ടല്ലോ, സിംഗിൾ മേജർ ഉണ്ടല്ലോ, സിംഗിൾ മേജർ സ്ട്രീമില് അവര് മൈനർ എന്താ എടുക്കുന്നത് എന്ന് കൺസിഡറേഷനേ അല്ല. അതൊക്കെ പക്ഷെ അങ്ങനെ ആയാൽ പോലും കേരള യൂണിവേഴ്സിറ്റിയിൽ പറയുന്നത് ആ മേജർ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മൈനർ പാടില്ല എന്നുള്ളതാണ്. അതായത് സിംഗിൾ മേജർ ഓപ്ഷനിലാണെങ്കിൽ പോലും, അതെല്ലാം മൾട്ടിപ്പിൾ ഡിസിപ്ലിനിലാണെങ്കിലും ഡബിൾ മേജർ ഏത് പാത്വേയിലാണെങ്കിലും മൈനർ ഷുഡ് ബി ഫ്രം അതർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് അതെന്ന് ചോദിക്കാൻ കാരണം കാലിക്കറ്റിൽ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. കാലിക്കറ്റിൽ ഇതായിരിക്കാണ് സാറ് പറഞ്ഞത്, അതോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് ആ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കാലിക്കറ്റിൽ അതിനെ കുറിച്ച് ഇതുവരെ വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അവസാനം കിട്ടിയ ഇൻസ്ട്രക്ഷൻ പ്രകാരം പിന്നെ സെയിം എടുക്കാം എന്നുള്ളതാണ്. ഇനി എന്നുള്ളത് ഞാനൊന്ന് അന്വേഷിക്കാം. അതുപോലെ ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കേസ് ഇവിടെ ഒരു വലിയ ക്ലാഷ് വന്ന സമയത്ത് കൊമേഴ്സിലെ ആളുകൾ ഇപ്പൊ നിർബന്ധമായിട്ട് കൊമേഴ്സിന്റെ മൈനറുകൾ മറ്റ് ഡിപ്പാർട്ട്മെന്റിനെ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കേരള ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കൊമേഴ്സ് എടുക്കുന്ന ഒരു കുട്ടി വല്ലാണ്ട് സഫർ ചെയ്യൂലേ? അതെ, വളരെ സഫർ ചെയ്യും ആ ഒരു വിഷയം. പക്ഷെ NEP-യിൽ കൃത്യമായിട്ട് ആ മൈനറിന്റെ കോൺസെപ്റ്റില് സെയിം ഡിപ്പാർട്ട്മെന്റിൽ പാടില്ല എന്ന് പറയുന്നുണ്ട് NEP. അത് എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് അവിടെ ഒരു എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ചെയ്തതായിരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റില് എസ്പെഷ്യലി കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വല്ലാണ്ട് സഫർ ചെയ്യും ആ സമയത്ത്, വല്ലാണ്ട് സഫർ ചെയ്യും. അതെ, ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവര് നമ്മള് ചോദിച്ചപ്പോഴൊക്കെ അത് പറ്റുമെന്നുള്ള രൂപത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പിന്നെ സർക്കുലർ ഒന്നും വന്നിട്ടില്ല. ഓക്കെ സാറേ, ഒരു +2 സയൻസ് എടുത്ത കുട്ടിക്ക് BBA എടുക്കുന്നതിൽ വിരോധം വല്ലതും ഉണ്ടോ? ഒരു വിരോധമില്ല. സയൻസ് എടുത്ത കുട്ടിക്ക് എലിജിബിലിറ്റി ഏതും എടുക്കാലോ. BCom എടുക്കാം, BBA എടുക്കാം, BA എടുക്കാം, ഏതും എടുക്കാം. ഓക്കെ, അതില് എത്രത്തോളം നമുക്ക് താങ്ങാൻ പറ്റും? അത് എത്രത്തോളം നമുക്ക് താങ്ങാൻ പറ്റും? ലൈക്ക് സബ്ജക്ട് ബേസില് നോർമലി ഒരു പിന്നെന്താ പറയാ, BBA എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മാനേജ്മെന്റ് സ്കില്ലാണ്. അപ്പൊ അതുമായിട്ട് ഇൻട്രസ്റ്റഡ് ആവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളൊന്നും നേരിടൂല എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആണ് മെയിൻ.
അല്ല സാർ, അപ്പൊ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടിക്ക് പിന്നെ മാത്തമെറ്റിക്സ് എടുക്കാൻ പറ്റുമോ? പറ്റൂല. ബേസിക് എലിജിബിലിറ്റി നിർണ്ണയിക്കുന്നത് എന്താണ്? എലിജിബിലിറ്റി ക്രൈറ്റീരിയ നേരത്തെ ഉള്ളത് തന്നെയാ. അപ്പൊ നേരത്തെ തന്നെ ഇത് അവൈലബിൾ ആണ്. അതായത് BBA പോകാൻ BSc സയൻസ് സയൻസ് ഗ്രൂപ്പ് എടുത്ത കുട്ടിക്കും BBA പോകാം. പക്ഷെ അവരെ പിന്നെ ഇൻഡെക്സ് മാർക്കിങ്ങില് ഇവർക്ക് സയൻസ് എടുത്ത കുട്ടിയിൽ ഇൻഡെക്സ് മാർക്ക് കുറയും. അപ്പൊ ഈ നമുക്ക് സബ്ജക്ട് ബേസിൽ കുറച്ച് ടാസ്ക് വരില്ല, കാരണം പഠിക്കുമ്പോഴുള്ള ടാസ്ക് ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ അഡ്മിഷൻ സമയത്തും റിസ്ക് ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കൊമേഴ്സ് പഠിച്ച കുട്ടികളുടെ ഇൻഡെക്സിങ് നടത്തുമ്പോൾ കൊമേഴ്സ് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 മാർക്ക് അവർക്ക് എക്സ്ട്രാ വെയിറ്റേജ് ഉണ്ട് അഡ്മിഷൻ സമയത്ത്. ആ വെയിറ്റേജ് ആർക്ക് കിട്ടൂല? സയൻസ് പഠിച്ചാർക്ക് കിട്ടൂല. അപ്പൊ ആ സയൻസ് പഠിച്ച കുട്ടിയൊക്കെ അവിടെ കോളേജിൽ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കോളേജിനനുസരിച്ചുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യും. ചില കോളേജിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പെർസെന്റേജ് ഹൈ ലെവൽ പെർസെന്റേജ് ആണെങ്കിൽ ചില കോളേജിന്റെ സ്റ്റാൻഡേർഡ് അത്ര പെർസെന്റേജിലേക്ക് എത്താത്ത ഒരു BBA അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷനിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പോ സാർ ഇപ്പോ MES കോളേജിലത്തെ പ്രിൻസിപ്പൾ ആണല്ലേ പറഞ്ഞത്? അതെ. അവിടെ BBA കോഴ്സ് ഉണ്ടോ? BBA കോഴ്സ് ഉണ്ട്. ഓക്കെ. അവിടെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ എന്താ പറയാ, നോർമൽ ലെവലിൽ തന്നെ നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ നമുക്ക് ഹലോ ചോദിക്കട്ടെ സാർ? ഇപ്പൊ BA ഇംഗ്ലീഷ് എടുത്ത ഒരാള് മൈനർ കോഴ്സ് മറ്റെന്തെങ്കിലും എടുത്ത് 3 വർഷത്തിന് ശേഷം ഡിഗ്രി ക്വിറ്റ് ചെയ്ത് MA ലിറ്ററേച്ചറിന് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾ മൈനർ മറ്റൊന്നാണെങ്കിൽ MAക്ക് പരിഗണിക്കുമ്പോ അവിടെ പിന്നോട്ട് പോവില്ല അയാള്? അങ്ങനെ ഒരു വിഷയം അവിടെ വരുമോ? ഇല്ല. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രകാരം എന്താ വെച്ച് കഴിഞ്ഞാല് ലിറ്ററേച്ചറിനുള്ള എലിജിബിലിറ്റി ആയിട്ട് മേജറിന്റെ മാത്രമേ പരിഗണിക്കുള്ളൂ. ഇൻഡെക്സിംഗ് റൂളിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ അല്ല സാർ, അപ്പൊ മേജർ തന്നെ മൈനർ ഓപ്റ്റ് ചെയ്താൽ അവിടെ പ്രിയോറിറ്റി കൂടൂലേ? ഏതാ മേജർ സബ്ജക്ട്? ഇപ്പൊ BA ഇംഗ്ലീഷ് എടുത്ത ആള് ഇംഗ്ലീഷ് തന്നെ മൈനർ എടുത്തു കഴിഞ്ഞാൽ MAക്ക് പോകുമ്പോൾ അയാൾക്ക് പ്രിയോറിറ്റി കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? ഇല്ല. അതെന്താന്നറിയാം സാർ, അത് ഇൻഡെക്സിംഗ് PGയുടെ ഇൻഡെക്സിംഗ് കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഔട്ട് ഓഫ് എത്ര ക്രെഡിറ്റിൽ നിന്ന് എത്ര മാർക്ക് വാങ്ങി എന്നുള്ളതാ നോക്കുക. അല്ലാണ്ട് ടോട്ടൽ ഇവർക്ക് ഒരു വിഷയത്തിൽ കിട്ടിയ മാർക്ക് ആയിരിക്കില്ല നോക്കുന്നുണ്ടാവുക. അപ്പൊ അതിനൊരു നോർമലൈസ് ചെയ്യുന്നുണ്ടാവും. എത്ര ക്രെഡിറ്റിൽ നിന്നാണ് ഇവർക്ക് അത്ര സ്കോർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോർമലൈസ് ചെയ്യപ്പെടും. മേജറും മൈനറും സെയിം ആയ ഒരാളും മേജറും മൈനറും ഡിഫറന്റ് ആയ ആൾക്കാരും തമ്മിൽ ഈക്വൽ ആണ് എന്നാണ് ഇപ്പൊ സാറ് പറയുന്നത്. അതെ. അതിൽ എഫക്റ്റ് ഒന്നും വരുന്നില്ലല്ലോ. ഇൻഡെക്സിംഗ് വരുമ്പോ അതിൽ വേറെ എഫക്റ്റ് ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ നോർമലി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ പിന്നെ MSc മാത്തമാറ്റിക്സിന്റെ ഒരു ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഗ്രേഡ് പ്ലസ് പിന്നെ ഈ മാത്തമാറ്റിക്സിന് മാത്രം കിട്ടിയ ക്രെഡിറ്റ്, അതായത് മേജറിന് കിട്ടിയ വെയിറ്റ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇൻഡെക്സിംഗ് തീരുമാനിക്കുക. അപ്പൊ അത് തീരുമാനിക്കുമ്പോൾ ഈ മേജറും മൈനറും സെയിം ആയതിന് അപ്പൊ ഓവറോൾ ക്രെഡിറ്റ് വരുമ്പോൾ ഓവറോൾ പരിഗണിക്കും. പിന്നെ മേജറിന് പരിഗണിക്കുമ്പോൾ മേജർ മാത്രമാണ് വരിക. അപ്പൊ അതിൽ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഇൻഡെക്സിംഗിൽ നോർമലൈസ് ചെയ്തു പോകും. നമുക്ക് അവസാനിപ്പിക്കാന്ന് തോന്നുന്നില്ല സാറേ? ഒരു സംശയം കൂടെ, ചെറിയ സംശയം. പിന്നെ മാനേജ്മെന്റിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടി നമുക്ക് പുതിയൊരു മൈനർ തുടങ്ങാനുള്ള വല്ല സാധ്യതകളും ഉണ്ടോ? അത് സാർ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പെർമിഷൻ വാങ്ങണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയും. യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പെർമിഷൻ. അത് ഇപ്പൊ അവര് ഈ ഒരു സ്റ്റേജിൽ അവർ എങ്ങനെയൊക്കെയാ കൊടുക്കാന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും മൈനർ ചേഞ്ചിന് അപ്ലൈ ചെയ്തിട്ട് അത് അവൈലബിൾ ആവണം, എന്നിട്ടേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെ ഈവൻ സെമസ്റ്ററിന്റെ എക്സാം നടത്തേണ്ടത് യൂണിവേഴ്സിറ്റി അല്ലേ. അപ്പൊ അവരുടെ അടുത്ത് പെർമിഷൻ വാങ്ങണം നമ്മള്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ സംശയം ഉണ്ടോ സാർ? ആ PGന്റെ കാര്യത്തില് പിന്നെ ഈ 4 വർഷം കഴിഞ്ഞ ആൾക്ക് 1 വർഷം മാത്രമായിട്ട് PG ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞത് അല്ലേ?
അപ്പോ PG കോഴ്സ് 2 വർഷത്തേക്ക് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ പിന്നെ ഓണേഴ്സ് 4 വർഷത്തെ കംപ്ലീറ്റ് ചെയ്ത ആള് 1 വർഷം മാത്രം ചെയ്താൽ മതി. അവർക്ക് രണ്ടാമത്തെ വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി കൊടുക്കും എന്നാണ് ഇപ്പൊ പറയുന്നത്. അതിപ്പോ ആ രണ്ടാമത്തെ വർഷത്തേക്ക് ഡയറക്റ്റ് എൻട്രി കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് ഇപ്പൊ ഉള്ള പോലെ തന്നെ. ഇപ്പൊ ഉള്ള പോലെ തന്നെ. എക്സ്ക്യൂസ് മീ, ഈ BCA കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ഏത് കോളേജിൽ അവൈലബിൾ എന്ന് എന്തെങ്കിലും ധാരണ ഉണ്ടോ? ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായിരുന്നു. BCA കോഴ്സ് വളാഞ്ചേരി MES ഉണ്ട് അല്ലേ? സെൽഫ് ഫൈനാൻസിങ് ആണെന്ന് മാത്രം. യെസ്. അൽഷിഫ കോളേജ് ഉണ്ട്. അൽഷിഫ സാർ അതുപോലെ BBA നമ്മള് ബെസ്റ്റ് കോളേജസ് എവിടെയുള്ള കേരളത്തില് BBA കോഴ്സിന് ബെസ്റ്റ് കോളേജസ്? ഇതിനെ കുറിച്ച് എത്രത്തോളം ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. ഒന്ന് ഇടപെട്ടോട്ടെ. നമ്മുടെ വിഷയം 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അതിലൊതുങ്ങി നിന്നിട്ടുള്ള ഒരു ഡിസ്കഷൻ മാത്രം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭയങ്കരമായിട്ട് ഈ ഡിഗ്രി കഴിഞ്ഞ് BEdന് പോകുമ്പോ ഈ 3 വർഷം കഴിഞ്ഞിട്ട് BEdന് പോവാം, 4 വർഷം കഴിഞ്ഞിട്ട് BEdന് പോകാം. അത്തരം കേസസിൽ കുട്ടി മാർക്ക് പെർസെന്റേജ് ഇപ്പൊ ഏതാ നോക്കുക? 4 വർഷം ഹോണേഴ്സ് കഴിഞ്ഞ് BEdന് പോകുമ്പോഴും പിന്നെ 3 ഹോണേഴ്സ് ഒരു ഡിഗ്രിയുടെ മാർക്ക് ഏതാണ് വരുമ്പോഴേ അവിടെയൊക്കെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സിങ്ങിന്റെ റൂളുകളൊക്കെ ആ സമയത്തേക്ക് പുതുതായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പൊ നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ പല യൂണിവേഴ്സിറ്റീസും കൊടുക്കുന്നത്. ആ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റില് UGയുടെ പെർസെന്റേജ് ഇത്ര, PGയുടെ പെർസെന്റേജ് ഇത്ര എന്ന് പറഞ്ഞിട്ട് തന്നെ പെർസെന്റേജ് കാണിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു സംവിധാനം ഇവരുടെ മാർക്ക് ലിസ്റ്റിലും വരുമായിരിക്കും. 3 വർഷത്തെ കൊണ്ട് എത്ര പെർസെന്റേജ്, 4 വർഷം കൊണ്ട് എത്ര പെർസെന്റേജ് എന്ന് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ ഡിഗ്രി കഴിഞ്ഞ് PGയിലേക്ക് ലാറ്ററൽ എൻട്രി എന്ന് സാർ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ എയിം ചെയ്യുന്ന കോളേജിൽ അവിടെ അക്കോമഡേഷൻ സീറ്റിംഗ് കപ്പാസിറ്റി നിലവിൽ ഫില്ലാണെങ്കിൽ നമ്മൾ അവർ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പൊ അതിനുള്ള മാനദണ്ഡം എന്താവും? നിലവിൽ സാർ അതിന് സീറ്റ് വർധനവ് തരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അഡീഷണൽ സീറ്റ്സ് തരും എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും ആകെ ഇതൊക്കെ തകിടം മറിയുന്ന രൂപമാവുമല്ലോ അല്ലേ? അല്ല, അത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് വേറൊന്നുണ്ട് സാർ. ഈ 4 വർഷം കഴിഞ്ഞ എല്ലാവരും 4 വർഷത്തേക്ക് പോയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവിടെ എത്തുമ്പോ പിക്ചർ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊരു കോമ്പറ്റീഷൻ റേസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവരെ ഹോൾഡ് ചെയ്യണമെങ്കിലും അതേപോലെ കുട്ടികൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിലും ഒക്കെ അവരൊരു സ്ട്രാറ്റജിക് പ്ലാനിൽ പോയാൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പിടിച്ചിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. അതിൽ സംശയമൊന്നുമില്ല. ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. സാറേ 4 വർഷത്തെ ഇത് ഡൗട്ടല്ല സാർ. 4 വർഷത്തെ ഈ UGയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്, എന്താണ് എന്നറിയാതെ വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നൊരു ക്ലാസ് കിട്ടിയത്. എന്തായാലും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതല്ല, എന്തായാലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സാറോട് നന്ദി പറയാണ്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മളിപ്പോ ഹലോ പറഞ്ഞോളൂ. MA ഇംഗ്ലീഷ് നമ്മള് PG ചെയ്ത് കഴിഞ്ഞാല് ഐ മീൻ നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാല്യൂ കുറയോ സർട്ടിഫിക്കറ്റിന്? നോർമലി ഡിസ്റ്റൻസിന് വാല്യൂ സെയിം വാല്യൂ തന്നെയാണ്. സെയിം ഈക്വലൻസി സർട്ടിഫിക്കറ്റ്. പ്രോബ്ലം ഈ ക്വസ്റ്റ്യനും നമ്മളെ ഒരു കൺസേണിൽ പെട്ടതല്ല. എന്നാലും നോർമലി കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ്ങിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. സംശയമുണ്ട്. അതിൽ NEP പ്രകാരം ഡിസ്റ്റൻസിനും റെഗുലറിനും ഒക്കെ ഏകദേശം ഒരേ വാല്യൂ ഇപ്പൊ വന്നിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ പറയുന്നുണ്ടോ? നിലവിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് പിന്നെ PSC അപ്പോയിന്റ്മെന്റിൽ ടീച്ചിങ് പ്രൊഫഷണൽ അപ്പോയിന്റ്മെന്റിൽ ചെറിയ പ്രയാസം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, PSCക്ക് റെഗുലർ PG വേണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് തോന്നുന്നു.
സർ നിലവിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഇപ്പൊ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും എലിജിബിലിറ്റി അങ്ങനെ ക്രൈറ്റീരിയ ഉണ്ടോ? അപ്പൊ ഇത്രയും ഫാക്കൽറ്റീസിന് PhD ഉള്ളവരായിരിക്കണം അങ്ങനെയുണ്ടോ? ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിലവിലുള്ള കണ്ടീഷൻ പ്രകാരം പിന്നെ അവരെ പ്രോജക്റ്റ് ഗൈഡ് ചെയ്യുന്നത് ആരായിരിക്കണം? ഒരു PhD ഹോൾഡർ ആയിരിക്കണം. അതായത് 12 വെയിറ്റ് ഉള്ള ഒരു ക്രെഡിറ്റ് അത് ഓഫർ അത് ചെയ്യുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള ഫാക്കൽറ്റി തന്നെ ആയിക്കൊള്ളുന്നില്ല, പുറത്തുനിന്നുള്ള ഫാക്കൽറ്റിക്കും പറ്റും എന്നുള്ളതാണ് ഇപ്പൊ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ നിലവില് അതിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പം ഓൾറെഡി ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് കോംപ്ലിമെന്ററി ആയിട്ട് ഇപ്പം BSc ഇതിന് കൊടുക്കുന്നുണ്ട്. സൈക്കോളജിക്കും BSc ഇതിനെ കൊടുക്കുന്നത്, മൈക്രോബയോളജിക്ക് അപ്പൊ കൊടുക്കുന്നത്. ഇനിയുള്ള ഇതിന് മൈനർ ആയിട്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഉണ്ടാവോ? ഇപ്പൊ നിലവില് നിങ്ങൾ 2 പേപ്പറും വ്യത്യസ്തമായിട്ടല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് 2 മൈനർ ഓഫർ ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സിൽ 2 മൈനറുകൾ ഓഫർ ചെയ്യാം. അതിന്റെ ടൈറ്റിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ ബോർഡ് ഓഫ് സ്റ്റഡീസ് നിശ്ചയിച്ച് തരുമ്പോൾ ഓരോരുത്തർക്കും കൊടുക്കാവുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ രൂപത്തിൽ ഡിഫറെന്റ് മൈനേഴ്സ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് മൈനർ ഓപ്റ്റ് ചെയ്താൽ മതി. അത് 2 നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരിക്കില്ല, മൈക്രോബയോളജിക്കാരും ഇവർ മാത്രമായിരിക്കില്ല അതിലേക്ക് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുണ്ടാവുക. വേറെ അതർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളും വന്നേക്കാം. അതാണ്. താങ്ക് യു. സാർ ഈ പറഞ്ഞതുപോലെ ഒരു PhD ഹോൾഡർക്ക് എത്ര പ്രൊജക്ടുകൾ വേണമെങ്കിലും പിന്നെ ഗൈഡ് ചെയ്യാൻ കഴിയും? അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടോ? നിലവിൽ അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് വന്നിട്ടില്ല എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ ഇതേപോലെ 4 ഇയർ UG പ്രോഗ്രാമിന്റെ കുറെ റൈറ്റപ്പുകളും കുറെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവിടെ ഇവിടെ ഒക്കെ അവൈലബിൾ ആണ്. എന്നാൽ പോലും ഇതേപോലെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ മൈനർ പ്രൊവൈഡ് ചെയ്യാനുള്ള കണ്ടീഷൻസ്, ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മൈനർ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് അവിടെയൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അത്തരം കുറേ കാര്യങ്ങൾ സാറിന്റെ ക്ലാസ് വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം സാധാരണ കുറെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറെ ഇൻഫർമേഷൻ ഇതിന്ന് ഡൗട്ട് സെക്ഷനിൽ മനസ്സിലായി എന്നുള്ളതാണ് പറയുന്നത്. അതിന് സാറിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു. നന്ദി. ഇത് എല്ലാവരുടെയും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. എന്തായാലും ഈ ഒരു ചേഞ്ചുമായിട്ട് നമ്മൾ മാറിയേ പറ്റൂ. അവിടെ നമ്മൾ ഒരു കോമ്പറ്റീഷൻ റേസിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിനെ ഏറ്റവും മെച്ചപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായത് കുറെ ടീച്ചേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ നെഗറ്റീവ്സുകൾ എന്താണ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്കായിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് പോസിറ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളതും, അതേപോലെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ എങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് പുറത്തുള്ള കുട്ടികളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് എല്ലാവരും കൂലങ്കുഷിതമായി ചർച്ച ചെയ്യുകയും അതിനനുസരിച്ചുകൊണ്ട് ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടാക്കണം എന്നുള്ളതുമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.